നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ എന്നെ പേടിക്കുന്നിടത്തോളം, എന്നെ ബഹുമാനിക്കുന്നിടത്തോളം അവളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറയുന്നതിൽ നിന്നും അവൾ ഒരടി അനങ്ങില്ല. അതിനർത്ഥം അവള് ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുന്നാലും അവളെ നിയന്ത്രിക്കുന്നത് ഈ ഞാനായിരിക്കും. അതുകൊണ്ട് അവളുടെ ഫോട്ടോ ബുക്ക്ലെറ്റിൽ വെക്കുന്നതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ശേഖരന. നീ ആദ്യം അയാളെ കണ്ടുപിടിക്കാൻ നോക്കും. കണ്ടുപിടിച്ചിരിക്കും. അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും നമ്മൾ അയാളെ കണ്ടുപിടിച്ചിരിക്കും. ഈ ഫയൽസ് ഒക്കെ നീ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പീഡിപ്പിക്കുന്നു. പോകാനോ? ഞാൻ പോവില്ല. പോവില്ല മോനെ. എനിക്കൊരു സമ്മാനം തരാനുണ്ട്. ഒരു സമ്മാനം വേണ്ട, പോവാൻ. അല്ല, നീ ആരോടെ ഈ ആക്ഷൻ കാണിക്കുന്നത്? ആഹാ, നീയായിരുന്നോ? നീ എന്താ ഇവിടെ? അല്ല, അത് ഞാനിപ്പോ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ചേച്ചിയെ കാണുന്നില്ല. അത് ചേച്ചി ഇവിടെ ഉണ്ട്. ആ പൂവ് ഇങ്ങ് തന്നേക്കും. ഇങ്ങ് തന്നേക്കുന്നേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ചെല്ല് ചെല്ല്. അല്ല, ചേച്ചിയുടെ സൗന്ദര്യത്തില് അനിയത്തിക്ക് വലിയ ശ്രദ്ധയാണല്ലോ. അതുകൊണ്ടല്ലേ ഈ റോസാപ്പൂ കൊണ്ട് തന്നത്? അവളങ്ങനെയാ. നീ ആ പൂവിങ് തന്നെ, ഞാൻ ചൂടിത്തരാം. ഇങ്ങത്താ തിരിഞ്ഞ്. ഇതെന്തിനാ പേനുകൊണ്ട് കവളത്ത് കുത്തുന്നേ? അതേ, നിന്നെ ആരും കണ്ണുവെക്കാതിരിക്കാനാ പാർവതി. എന്നെ ആര് കണ്ണുവെക്കാനാ വിശ്വാസാറേ?
ഞങ്ങള് നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവോ? ഏയ് അമ്മ വരണം. അല്ല അമ്മ വരണം. പ്രതാപൻ സർ വരൂ. വിശാൽ, ഞാൻ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ആ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഞാൻ ചെല്ലട്ടെ. പാർവതി, താൻ എവിടെ പോകുന്നു? താൻ ഇവിടെ നിൽക്ക്. അല്ല, ഇവിടെ വേറെ സ്വകാര്യമൊന്നുമില്ല. അമ്മേ, ഞങ്ങളുടെ കിടത്ത് മാത്രമേ 2 മുറിയിലുള്ളൂ. പക്ഷേ ഞാനും പാർവതിയും മനസ്സുകൊണ്ട് ഒന്നാ. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് പാർവതിയുടെ മുന്നിൽ വെച്ച് എന്നോട് പറയാം. അമ്മ പറഞ്ഞോളൂ. എനിക്കൊരു വിവരം അറിയണം വിശാൽ. അമ്മ ചോദിച്ചോളൂ. നിന്റെ പേരിൽ നീ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, വേറൊരു സിം കൂടിയുണ്ട്. എന്താ അമ്മേ, എന്താ വേറെ സിം കാർഡ് ഉണ്ടോന്ന് ചോദിച്ചത്? ഒന്നുമില്ല. വേറെ ആരെങ്കിലും നിന്റെ പേരിലുള്ള സിം മിസ്യൂസ് ചെയ്യരുത്, അല്ലേ പ്രതാപ? അതെ അതെ. ഇപ്പൊ ഈ വ്യാജ സിം കാർഡ് വെച്ച് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതെനിക്കും അറിയാം. പക്ഷേ സൂക്ഷിക്കേണ്ട ഞാനല്ല, അമ്മയാ. ഞാനോ? അതെ, അമ്മയാ സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? അമ്മ മറന്നുപോയോ? കുറച്ച് നാൾ മുമ്പ് അമ്മയ്ക്ക് ഒരു സിം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ ID പ്രൂഫ് ഉപയോഗിച്ച് ഞാനല്ലേ അമ്മയ്ക്കൊരു സിം കാർഡ് എടുത്തു തന്നത്. ആ സിം ഇപ്പോ അമ്മയല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാ അമ്മ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ശരി ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പ്രതാപ, നമുക്ക് പോവാം. ശരി ശരി. വിശാൽ സർ, സാറ് അമ്മയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്ത സിമ്മിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. പാർവതിക്ക് അത് വേണോ? ഞാൻ പറഞ്ഞുതരാം. ആ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.